അൽഗോരിതത്തിന്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ഒരു ബിസിനസ് എന്താണോ അതിന്റെ റിപ്ലിക്കേഷൻ ആണ് ഇന്റർനെറ്റിൽ വരേണ്ടത്. AI നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം ChatGPT ആയാലും ജെമിനി ആയാലും അല്ലെങ്കിൽ ഗൂഗിളിന്റെ തന്നെ ഒരു AI സെർച്ച് മോഡ് ഉണ്ടല്ലോ. മുന്നേ വെച്ചാൽ നമുക്ക് നല്ല കുറുക്ക് വഴികളുണ്ടായിരുന്നു ഇതിൽ വന്ന് റാങ്ക് ചെയ്യാനായിട്ട്. അത് ഓൾറെഡി നമ്മളെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം അറിയുകയും ചെയ്യാം. അപ്പോൾ അത് ചിലപ്പം എപ്പോഴും ഒരുപാട് വ്യൂസിലായിരിക്കില്ല അതിന്റെ കാര്യം. ആ റൈറ്റ് ഓഡിയൻസിലേക്ക് എത്തുക എന്നുള്ളതിലാണ് അതിന്റെ കാര്യം. അപ്പൊ നമ്മള് പിന്നെ കൺവേർഷൻ റേറ്റ് ഉണ്ടാവണം, ആ റൈറ്റ് ഓഡിയൻസിലോട്ട് എത്തണം, എന്നാലേ കൺവേർഷൻ റേറ്റ് ഉണ്ടാവുള്ളൂ. കാരണം എൻഡ് ഓഫ് ദ ഡേ എല്ലാവർക്കും ലീഡ്സ് ആണ് വേണ്ടത് അല്ലെ. ഒരാൾ ബിസിനസ് നടക്കണം. നമസ്കാരം. ഓസ്ട്രേലിയയിൽ നിന്നല്ല, ലോകത്തിൻ്റെ ഏതു ഭാഗത്തുള്ള മലയാളി ബിസിനസ്സുകാർ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് നമുക്ക് ആവശ്യത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്നോ അതേപോലെ തന്നെ ഗൂഗിളിൽ നിന്നോ ആവശ്യത്തിനുള്ള ട്രാഫിക്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് ലാസ്റ്റ് ഒരു 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. അത് നമ്മൾ പലപ്പോഴും ഫസ്ട്രേറ്റഡ് ആക്കാറുണ്ട്. നമുക്ക് എങ്ങനെ നമ്മുടെ ട്രാഫിക്ക് കൂട്ടാം എന്നതിനെക്കുറിച്ച്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അശ്വതി മോഹനാണ്. അദ്ദേഹം മെൽബണിൽ താമസിക്കുന്ന മെൽബണിൽ ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു യുവ സംരംഭകയാണ്. അശ്വതി നമസ്കാരമുണ്ട്. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? സുഖം തന്നെ. അടിപൊളി. മെൽബൺ അങ്ങ് തകർക്കുന്നുണ്ട്. അതെ. അപ്പോൾ അശ്വതി സ്വന്തമായിട്ട് ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്നയാളാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഓവറോൾ ഡിജിറ്റൽ വിസിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പല രീതിയിലാവാം. ഇപ്പം സോഷ്യൽ മീഡിയ വഴി ആവാം, അല്ലെങ്കിൽ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പം മെറ്റയുടെ ആണെങ്കിലും ഗൂഗിളിൻ്റെതാണെങ്കിലും നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ആഡ്സ് കാണുമല്ലോ, ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിളിൽ ചെയ്യാൻ പറ്റും. ലൈക്ക് SEO അല്ലെങ്കിൽ AEO. ഇപ്പം നമ്മൾ ഈ AI വന്നതിന് ശേഷം AI നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം എന്താ പറയുക, ChatGPT ആയാലും ജെമിനി ആയാലും അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ തന്നെ ഒരു AI സെർച്ച് മോഡ് ഉണ്ടല്ലോ, അതിലൊക്കെ നമ്മളുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്ത് വരുന്ന രീതിയിലായാലും ഒക്കെ. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയം യൂസ് ചെയ്തിട്ട് നമ്മളൊരു ബിസിനസ്സിൻ്റെ വിസിബിലിറ്റി കൂട്ടാം എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇപ്പം നമ്മൾ കാണുന്നത് ഒരുപാട് ആൾക്കാർ പറയുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളിലൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ പോലെ അവർക്ക് ഗൂഗിളിൽ ആവശ്യത്തിന് ട്രാഫിക്ക് കിട്ടുന്നില്ല, അവരുടെ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു എന്നാണ് പറയുന്നത്. അത് പിന്നെ ഇപ്പോൾ ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്നത് AI-യിലേക്കാണല്ലോ. നമ്മളിപ്പോൾ ആണെങ്കിലും ജെമിനിയിലേക്കോ അതോ ChatGPT-യോ പെർപ്ലെക്സ് എങ്ങനെ ഏതിൽ നമ്മൾ പോയി കഴിഞ്ഞാലും അവത്തേട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ എന്ത് ആവശ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു ആവശ്യത്തിന് ഇപ്പോൾ ഈ അടുത്ത പ്രദേശത്തെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് ഏറാന്ന് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ ഗൂഗിളിൽ കിട്ടുന്ന ഒരു ടോപ്പ് റേറ്റഡ് ആയിരിക്കില്ല ഒരുപക്ഷെ നമുക്ക് AI-യിൽ ചോദിക്കുമ്പോൾ കിട്ടുന്നത്. അത് എന്തുമാത്രമാണ് ഒരു ബിസിനസ്സിനെ ബാധിക്കാറുള്ളത്? ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. പലർക്കും പല രീതിയിലാണ്, ബട്ട് ഒരു 30 to 50% ഒക്കെ ഡിഫറൻസ് പലർക്കും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ നമുക്കൊരു ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്, അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പം കുറേ ലിങ്ക്സ് വരുമല്ലോ. ഫസ്റ്റ് പേജിൽ വരുന്ന ലിങ്ക്സിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്ത് ഉള്ളിൽ കയറിയിട്ട് വേണമായിരുന്നു ഇൻഫർമേഷൻ റീഡ് ചെയ്യാനായിട്ട്. ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ജനറിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് ഓൾറെഡി നമ്മൾ ഗൂഗിളിൽ AI സെർച്ച് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ തന്നെ കാണിക്കും. ഓക്കെ, അതല്ലെങ്കിൽ അതും അല്ലാണ്ട് പലരും ചില സമയത്ത് ജെമിനി യൂസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യന് ആൻസേഴ്സ് ചോദിക്കുന്നുണ്ട്. അതുപോലെ ChatGPT യൂസ് ചെയ്തിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിലൊക്കെ ഡിവൈഡായിട്ട് പോകുന്നത് കൊണ്ട് ആക്ച്വൽ നമ്പേഴ്സ്, ആൾക്കാർ വെബ്സൈറ്റിൽ കയറുന്ന നമ്പേഴ്സ് ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അത് ബിസിനസ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എഫക്റ്റ് ചെയ്യില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജനറിക് ഇൻഫർമേഷന് വേണ്ടിയിട്ട് വെബ്സൈറ്റിൽ കയറുന്ന ആൾക്കാർ ഒരിക്കലും അവർ കൺവേർട്ട് ആവാൻ ചാൻസ് കുറവുള്ള ആൾക്കാരാണ്. ഓക്കെ, സോ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ സെയിൽസിൽ നമ്മളൊരു കുറവ് കാണുന്നില്ല, ട്രാഫിക്കിലാണ് മെയിനായിട്ട് ഒരു കുറവ് കാണുന്നത്.
പക്ഷേ മുന്നത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഈ ട്രാഫിക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ കൂടുതലും മുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് നമ്മളൊന്ന് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കണ്ടൻറ്റൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിരുന്നു റാങ്ക് ചെയ്യാനായിട്ട്. ഇപ്പം കുറേ കൂടെ ഒരു ട്രസ്റ്റ് ബേസ്ഡ്, അതായത് ഇപ്പം എന്താ പറയുക, നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് മാത്രമല്ല നമ്മൾ ഇൻ്റർനെറ്റിൽ ഓൾ ഓവർ നമ്മളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് എവിടെയൊക്കെ കിടക്കുന്നു, അതിലെന്തൊക്കെ സംസാരിക്കുന്നു ആൾക്കാർ, അതിൽ നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടെങ്കിൽ ഇതിനെല്ലാം ടോട്ടലി അനലൈസ് ചെയ്തിട്ടാണ് AI നമുക്ക് ആ ഒരു റിസൾട്ട് ഇപ്പം തരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഒരു എന്താ പറയുക ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ AI തന്നെ നമ്മൾ കയറുമ്പോൾ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് മാറ്റർ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരും ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്ന മറ്റുള്ള പബ്ലിക് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇവരിങ്ങനെ എടുത്തതിന് ശേഷം നമ്മളെയും ചില വെബ്സൈറ്റുകൾ അവർ സജഷൻ ചെയ്ത് കാണിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഈ സൈറ്റിൽ നിന്നാണ് ഇത് എടുത്തതെന്ന് പറഞ്ഞ് അവർ കാണിക്കാറുണ്ട്. അതിലേക്ക് നമുക്ക് എങ്ങനെ വന്ന് അത് AI എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് ധാരണയുണ്ടോ, അതോ അതിലേക്ക് നമുക്ക് എങ്ങനെ വന്നെത്താനായിട്ട് സാധിക്കും? അത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ AI റിസൾട്ട്സ് കുറച്ച് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അതായത് മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ SEO ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റാങ്കിങ്ങിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ കുറേ കാലം ആ റാങ്കിങ്ങിൽ അങ്ങനെ തന്നെ കിടക്കും. വേറൊരു കോമ്പറ്റീറ്റർ വന്ന് നമ്മളെക്കാൾ ബെറ്ററായിട്ട് ചെയ്യുന്ന ഇതുവരെ നമ്മളവിടെ ഉണ്ടാവും. ഇപ്പോൾ കുറച്ചും കൂടി ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ബട്ട് എഗെയിൻ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കുറുക്ക് വഴികൾ കുറച്ച് കുറഞ്ഞു. മുന്നേ വെച്ചാൽ നമുക്ക് നല്ല കുറുക്ക് വഴികളുണ്ടായിരുന്നു ഇതിൽ വന്ന് റാങ്ക് ചെയ്യാനായിട്ട്. അത് ഓൾറെഡി നമ്മളെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം അറിയുകയും ചെയ്യാം എന്താണ് കുറുക്ക് വഴി എന്നുള്ളത്. ഇപ്പോൾ കുറച്ചും കൂടി നമ്മൾ എത്ര ജെന്യുവിൻ ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നതെന്നുള്ളത് ഭയങ്കര ഒരു ഫാക്ടറാണ്. ഓക്കെ, കാരണം നമ്മളെ പറ്റിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻ്റർനെറ്റിൽ ഓൾ ഓവർ ദി ഇൻ്റർനെറ്റിലുള്ള ഇൻഫർമേഷൻ എടുത്ത് അനലൈസ് ചെയ്ത് കമ്പയർ ചെയ്ത് അതിൽ ബെസ്റ്റാണ് ഈ AI ടൂൾസ് റാങ്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ പറ്റിയിട്ട് ഇപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോൻ്റെ താഴെ ചിലപ്പോൾ ഒരു കമൻറ്റിലായിരിക്കും എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ റെഡിറ്റ് പോലെയുള്ള ഏതെങ്കിലും ഫോറത്തിലൊക്കെ എവിടെയെങ്കിലും ഒരു ഡിസ്കഷൻ ആയിരിക്കും ഉള്ളത്. അത് മേ ബി ആരും കണ്ടിട്ടുണ്ടാവില്ല, ജനറലി സെർച്ച് ചെയ്യുന്ന ആരും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇതെല്ലാം കാണും. അപ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്ന് അനലൈസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് നമുക്കിപ്പം നമ്മൾ ബിസിനസ് എത്ര എന്താ പറയുക ജെന്യുവിനായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്യുന്നോ, അത് എത്രത്തോളം നമ്മൾ ഇൻ്റർനെറ്റിലോട്ട് റിപ്ലിക്കേറ്റ് ചെയ്യുന്നോ അത്രയും ഈസിയാണ് നമുക്ക് ഈ AI എൻജിനിൽ റാങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, AI ടൂൾസിൽ റാങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ കൂടുതൽ ഒതന്റിക് ആയിരിക്കണം, നമ്മൾ എന്താ പറയുന്നത് ഒറിജിനൽ ആയിരിക്കണം. കോപ്പിയിങ് അത്രയ്ക്ക് എളുപ്പമല്ല. പിന്നെ അതേപോലെ തന്നെ പണ്ടും മറ്റും നമ്മൾ കേട്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിലും മറ്റും 10,000, 500, 1000 ഫോണുകൾ വെച്ചിട്ട് ഇവർ റാങ്ക് ചെയ്യാൻ വേണ്ടി റിവ്യൂ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങൾ. ഇനി മുതൽ അത് നടക്കില്ല. നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്താലേ നടക്കത്തുള്ളൂ. ഉടായ്പകളൊന്നും നടക്കില്ലെന്നാണ് ഇതിൻ്റെ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. നമുക്ക് ഒരു രീതിയിലുള്ള അങ്ങനെ റോങ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോഴാണ് അശ്വതി പറഞ്ഞപ്പോഴാണ് അതിൻ്റെ കൂടെ പറഞ്ഞ് SEO എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് SEO, SMO അല്ലെങ്കിൽ GEO. അതെന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം? SEO എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. അതാണ് നമ്മൾ ഗൂഗിളിൽ റാങ്ക് ചെയ്യിപ്പിക്കുന്നത്. ട്രഡീഷണലി നമ്മൾ ലിങ്ക് റാങ്ക് ചെയ്യിപ്പിക്കുന്ന പരിപാടി. പിന്നെ ഉള്ളത് AEO എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടല്ലോ, ഈ AI ടൂൾസ് ചെയ്യുന്ന സംഭവം. പിന്നെ SMO എന്നൊക്കെ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആണ്, സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ. പിന്നെ SMM എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്, അത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് ഇതെല്ലാം ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അതിൻ്റെ ടെക്നിക്കൽ ടേമാണ്. ബേസിക്കലി ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. നമ്മൾ ഇൻ്റർനെറ്റിലുള്ള ടോട്ടൽ വിസിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം എൻഡ് ഗോൾ എന്ന് പറയുന്നത്. AI ഈ കാലഘട്ടത്തിൽ നമുക്ക് ശരിക്കും AIയിൽ കോഡ് ചെയ്യാം. അതേപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള ട്രെയിനിങ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് AI നമുക്ക് തന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് പ്ലാൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കാനായിട്ട് സാധിക്കും.
അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഡാറ്റയും നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് ശരിക്കും നമുക്ക് തന്നെ വളരെ ഇക്കോണമിക്കലായിട്ട് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. കാരണം ഇത് ഈ പറയുന്ന പോലെ എന്താ പറയുക, ഒരു ഭയങ്കരമായ ടെക്നോളജിയോ അല്ലെങ്കിൽ ഭയങ്കര റോക്കറ്റ് സയൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ഇത് ഏതൊരാൾക്കും പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് എവിടെയാണ് ഞങ്ങളെപ്പോലെയുള്ള ഒരു ആവശ്യം വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എത്രത്തോളം അതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ ടൈം ഉണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനീ പറഞ്ഞതുപോലെ ഇത് മുന്നത്തെക്കാളും എന്താ പറയുക അധികം ഇപ്പം ഇത് ചെയ്യേണ്ട ഒരു കാര്യം വന്നിരിക്കുകയാണ്. കാരണം മുന്നേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണ ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പം AI വന്നപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയായി. അപ്പം പക്ഷെ നമ്മൾ ആലോചിക്കണം, അപ്പം കോമ്പറ്റീഷൻ അതിലും കൂടി. ഓക്കെ, അപ്പം ഇപ്പം എത്ര പ്ലാറ്റ്ഫോംസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ. നമുക്കറിയാം മേജറായിട്ട് നിൽക്കുന്ന ഒരു 3-4 പ്ലാറ്റ്ഫോംസ് ഓൾറെഡി ഉണ്ട്. ലൈക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, ലിങ്ക്ഡ്ഇൻ, ഇതൊക്കെ മേജറായിട്ട് നിൽക്കുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. പിന്നെ ഈ ഗൂഗിളിലുണ്ട്, SEO ഉണ്ട്, അതുപോലെ തന്നെ ഈ ജിയോ ഉണ്ട്, AEO ഉണ്ട്. അപ്പം ഇതെല്ലാം ഒരാൾ ചെയ്തു വരുമ്പോഴത്തേക്കും അവർക്ക് പിന്നെ അവരുടെ ബിസിനസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ഇൻഹൗസിൽ അതിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്തിട്ട് വെക്കണം. അപ്പം ഇൻഹൗസിൽ സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഹെഡ് ഏക്സ് ഒഴിവാക്കാനും, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് അവരുടെ ബിസിനസ് ചെയ്യുന്നതിൻ്റെ അത്ര തന്നെ എന്താ പറയുക ടൈം വേണ്ടി വരുന്ന ഒരു സംഭവമാണ്. അപ്പം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് അവനവന്റെ കഴിവ് ഏതിലാണോ അതിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക മോർ ടൈം. അതെ, അപ്പം നിങ്ങൾക്ക് അതായിരിക്കും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഉണ്ടാവുക. അപ്പൊ അവർക്ക് അത് കമ്പയർ ചെയ്ത് അറിയാലോ, ഇതിൽ സ്പെൻഡ് ചെയ്യുന്നതാണോ അവർക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് അവർക്ക് എന്താ പറയുക ഗുണം, അതിലോ ഇപ്പുറത്ത് സ്പെൻഡ് ചെയ്യുന്നതാണോ എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതെ. അപ്പം അശ്വതി പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നത്, അതായത് ഈ കാര്യങ്ങളും വിറ്റ് നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാമെന്ന് പറയുന്നത് ആരെ കൊണ്ട് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാമെന്നുള്ളേ ഉള്ളൂ. നമുക്ക് എക്സ്പേർട്ട് ആകുകയും ചെയ്യാം. പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എക്സ്പെർട്ടീസ്, അതായത് നമ്മുടെ കഴിവ് ഇപ്പം സെയിൽസിലാണെങ്കിൽ ആ സെയിൽസിലുള്ള ഒരാൾ ഡിജിറ്റൽ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സെയിൽസ് നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അതല്ല നമ്മൾക്ക് നമ്മുടെ ഒരു ടോപ്പ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ടോപ്പ് മീൻസ് ഓണർ ആണെങ്കിൽ, പുള്ളിക്കാരൻ ആ ബിസിനസ് ഏതാണ് നിങ്ങളുടെ കോർ ബിസിനസ് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പോൾ നമ്മുടെ ഈ ഡിജിറ്റൽ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യും. ഒരു പക്ഷേ പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല അതിന് മാത്രം. അപ്പോൾ അതുകൊണ്ടാണ് അശ്വതിയെ പോലെയുള്ള ആൾക്കാർ അശ്വതി ഇത് ചെയ്യുന്നത്. ആ ടൈം റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ അശ്വതിയുടെ ടൈം മേടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പൊ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഈവൻ ദോ അവർ വേറെ ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു പാഷൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ബിസിനസ്സിന്റെ തന്നെ ആ ഒരു ലീഡ് ജനറേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ അവർക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ബട്ട് എല്ലാവർക്കും അത് ചിലപ്പോൾ പോസിബിൾ ആയിക്കൊള്ളണം എന്നില്ല. അപ്പം അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഫുൾ ആയിട്ട് റെസ്പോൺസിബിലിറ്റി എടുത്തൊരു ഫുൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ അവരോട് ഡിസ്കസ് ചെയ്ത്, അതോ പാർഷ്യലായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? പാർഷ്യലായിട്ടും ചെയ്യാറുണ്ട്, ഫുള്ളായിട്ടും ചെയ്യാറുണ്ട്. ഇപ്പം ചില സമയത്ത് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യും. ഇപ്പം ഓൾറെഡി ചിലപ്പോൾ അവർക്കൊരു ജൂനിയർ ടീം ഒക്കെ ഉണ്ടാവും, എക്സിക്യൂഷൻ ടീം ഉണ്ടാവും കമ്പനീസിൽ, ബട്ട് അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ കൺസൾട്ടേഷൻ മാത്രമായിട്ട് കൊടുക്കും. അതുപോലെ ഫുൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസും കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലർക്ക് സോഷ്യൽ മീഡിയ മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയും കൊടുക്കാറുണ്ട്. ഇപ്പം ചിലർ ഫുൾ സർവീസ് ഓപ്റ്റ് ചെയ്യാൻ ഇനീഷ്യലി കോൺഫിഡൻ്റ് അല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഓപ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് അവരൊന്ന് കംഫർട്ടബിൾ ആയി കഴിയുമ്പോൾ അവർ ഫുൾ സർവീസും ഓപ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഇമെയിൽ ആയാലും ടെക്സ്റ്റ് മെസ്സേജ് ആയാലും ബില്യൺസ് ഓഫ് ഡാറ്റയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് ഈ ഇൻ്റർനെറ്റിലേക്ക്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങളുമായിട്ടൊരു മാർക്കറ്റിംഗ് മീഡിയയുമായിട്ട് എഗ്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 0% to 10 times ആകാനായിട്ടുള്ള സാധ്യതയുണ്ടോ അവരുടെ ബിസിനസ്? തീർച്ചയായിട്ടും. ഇനീഷ്യൽ ഉള്ള പെർസെൻറ്റേജിൽ നിന്ന് ഒരു 100% ഒക്കെ ഇംപ്രൂവ്മെന്റ്സ് ഒരു 1 ഇയറിലൊക്കെ നമുക്ക് ഏകദേശം ആ ഒരു റീച്ചിലൊക്കെ എത്താൻ പറ്റും. അത് ഡിപ്പെൻസ് ഓൺ അവരുടെ ഇനീഷ്യൽ വിസിബിലിറ്റി ആണ്. ഇപ്പം ചിലത് വലിയ മാസീവ് ആയിട്ടുള്ള ബിഗ് കമ്പനീസിനൊക്കെ ഓൾറെഡി
നല്ല ഈവൻ നമ്മൾ പറഞ്ഞാലും നല്ല വിസിബിലിറ്റി ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ചിലപ്പം അത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. ഡിപ്പെൻസ് ഓൺ ചെറിയ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ പറ്റും. അപ്പൊ അത് ഡിപ്പെൻസ് ഓൺ ആ കമ്പനിയുടെ ഇതൊക്കെയാണ്. പിന്നെ ചേട്ടൻ നേരത്തെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന കേസ് ചോദിച്ചല്ലോ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പല തരത്തിൽ ആൾക്കാർ എന്താ പറയുക, ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും ചില റീൽസൊക്കെ എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻ്റ് ഒരു ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വ്യൂസ് കിട്ടും, വൈറലാവും അങ്ങനെ. അപ്പം നമുക്ക് എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ്സ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സസ്റ്റൈനബിൾ ഒരു മെത്തേഡല്ല ഫോർ ബിസിനസ്സിന്. കാരണം എപ്പോഴും എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റിനായിരിക്കും നമുക്ക് എപ്പോഴും എന്താ പറയുക ഹൈ വ്യൂസ് കിട്ടുക. പക്ഷെ അതിൽ കൺവേർഷൻ ഉണ്ടാവണം നിർബന്ധമില്ല. കാരണം ഓഡിയൻസ് വേറെ ആയിരിക്കും. അപ്പം നമ്മളുടെ ഒരു ബിസിനസ്സിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്താ പറയുക ഈ സ്ട്രാറ്റജീസ് ഉണ്ടാക്കാനും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ചിലപ്പം എപ്പോഴും ഒരുപാട് വ്യൂസിലായിരിക്കില്ല അതിന്റെ കാര്യം. ആ റൈറ്റ് ഓഡിയൻസിലേക്ക് എത്തുക എന്നുള്ളതിലാണ് അതിന്റെ കാര്യം. അപ്പൊ നമ്മള് പിന്നെ കൺവേർഷൻ റേറ്റ് ഉണ്ടാവണം, ആ റൈറ്റ് ഓഡിയൻസിലോട്ട് എത്തണം, എന്നാലേ കൺവേർഷൻ റേറ്റ് ഉണ്ടാവുള്ളൂ. കാരണം എൻഡ് ഓഫ് ദ ഡേ എല്ലാവർക്കും ലീഡ്സ് ആണ് വേണ്ടത് അല്ലേ. ഇപ്പൊ ഒരാൾ ബിസിനസ് നടക്കണം. ഇപ്പൊ അവർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് മാർക്കറ്റിംഗ് തരുവാണെങ്കിൽ ഞാനിപ്പം എന്താ പറയാ കുറെ വ്യൂസ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ബിസിനസ് കിട്ടുന്നില്ലെങ്കിൽ അവര് അത് കണ്ടിന്യൂ ചെയ്യില്ല. ഇപ്പം കോസ്റ്റ് എഫക്റ്റീവ് അല്ല. അപ്പം അവർ ചിലപ്പം കുറച്ച് ട്രൈ ചെയ്തിട്ട് അവർ വേറെ ആളെ ചിലപ്പോൾ നോക്കിയപ്പോൾ അല്ലെങ്കിൽ അവർ ഇത് സ്റ്റോപ്പ് ചെയ്യും. അപ്പം നമുക്ക് എൻഡ് ഓഫ് ദ ഡേ ബിസിനസ് ആവേണ്ടത്. അപ്പം നമുക്ക് ഇത് കൺവേർട്ട് ആവണമെങ്കിൽ റൈറ്റ് ഓഡിയൻസിലോട്ട് എത്തണം. ഓക്കെ, അപ്പൊ റൈറ്റ് ഓഡിയൻസിലോട്ട് എത്തണമെങ്കിൽ ആ ഓഡിയൻസിന് വേണ്ട കണ്ടന്റ് എന്താണെന്നുള്ളത് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇത് ഒരു ലോങ് ടേം, നമ്മളൊരു ലോങ് ടേം ഇതിലാണ് നോക്കുക. പിന്നെ കൺസിസ്റ്റൻസി ഓഫ് കോഴ്സ് വേണം. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പം ചേട്ടൻ യൂട്യൂബ് ചെയ്യുന്ന ചേട്ടൻ അറിയാലോ, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഈ അൽഗോരിതം ഇതിനെ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ, പിക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം കൺസിസ്റ്റൻസി ഓൾറെഡി അവിടെയുണ്ട്. ബട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റും കൂടെ ആ ഓഡിയൻസിന് എന്താ പറയുക വേണ്ട കണ്ടന്റ് ആയിരിക്കണം. ഒരുപാട് ആൾക്കാർ ഡിജിറ്റൽ മീഡിയ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോഴ്സുകളും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അശ്വതിയെ എന്തുകൊണ്ട് ആൾക്കാർ അപ്രോച്ച് ചെയ്യണം? അത് ശരിയാണ് ചേട്ടൻ പറഞ്ഞത്. ഇഷ്ടമുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ഉണ്ട് മാർക്കറ്റിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കും പെട്ടെന്ന് പഠിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഒരുപാട് പേര് ഇത് പഠിച്ച് ഫ്രീലാൻസ് ആയിട്ടാണെങ്കിലും കമ്പനി ആയിട്ടാണെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ പൊതുവേ ബിസിനസ്സുകാരുടെ അടുത്തുനിന്ന് കേട്ടിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഫീൽഡ് നല്ല ചീത്തപ്പേരും ഉണ്ട്. അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആരും ആത്മാർത്ഥമായിട്ട് ചെയ്യില്ല. കാരണം പലർക്കും ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഓക്കെ, അപ്പം ഇവർക്ക് പറഞ്ഞ് കുറച്ച് മാസങ്ങളിലോട്ട് പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുപോകാൻ കുറച്ച് ഈസിയാണ് നമുക്ക്. ഈ ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മൾ ഈ SEO ഒക്കെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഇനീഷ്യലി ഒരു 3 to 6 months എടുക്കും അതിൻ്റെ ഒരു വിസിബിലിറ്റി ഒക്കെ ഒന്ന് കണ്ടു തുടങ്ങാനായിട്ട്. അപ്പോൾ ഈ 3 to 6 months അവർ ഈസി ആയിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ 6 months ആയിക്കഴിയുമ്പോഴേക്കും ക്ലയൻറ്റ് മനസ്സിലാവുന്നത് ഓക്കെ ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ എന്നുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും, സ്വിച്ച് ചെയ്യും, വേറെ ആൾക്കാരുടെ അടുത്ത് പോകും. സോ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ആൾക്കാർ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പം ഞാൻ പൊതുവെ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ ഇവരുമായിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളൊരു ക്ലയൻറ്റുമായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് അവർക്ക് നമ്മൾ വൺസ് ട്രസ്റ്റ് ബിൽഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ് കാര്യങ്ങൾ. അവർ തന്നെ നമുക്ക് കുറേ വർക്ക് റെഫർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ ഒരു ക്ലയൻറ്റ് ലാസ്റ്റ് 9 months എനിക്ക് ഏകദേശം 5 projects റെഫർ ചെയ്തു അവരുടെ കോണ്ടാക്ട്സിലുള്ള ആൾക്കാർ. അപ്പോൾ ആ പ്രോജക്ട്സ് എനിക്ക് ക്ലോസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പം ഞാനായിട്ട് ഒരു ആഡ് ചെയ്ത് പുറത്തുനിന്നൊരു ലീഡ് വന്ന് അവരോട് ഞാൻ സംസാരിച്ച് അവരെ ഞാൻ കൺവിൻസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് വളരെ എഫേർട്ട് കുറവാണ് റെഫറൻസിൽ വരുന്ന പ്രോജക്ട്സ് കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഓൾറെഡി ഉള്ള പ്രോജക്ട്സിനെ എങ്ങനെ വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളതാണ്. ബട്ട് അഗെയിൻ അതിനകത്ത് തന്നെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഒരു നമ്മൾ ഈ സർവീസ് ഏൽപ്പിക്കുന്ന ഒരു ബിസിനസ്സുകാർ നമ്മളുമായിട്ട് എത്ര അലൈൻഡ് ആയി പോകുന്നു എന്നുള്ളത് അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ചില ആൾക്കാർക്ക് ഓൾറെഡി അതിനകത്തൊരു
താല്പര്യം ഉണ്ടാവും. നമുക്ക് തന്നു കഴിഞ്ഞാൽ അവരതിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് നമ്മൾ ഇന്ന കണ്ടന്റ് വേണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന രീതിയിൽ പ്ലാൻ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ വളരെ നന്നായിട്ട് നമ്മുടെ കൂടെ അലൈൻ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ് അവർക്ക് റിസൾട്ട് കൊണ്ടുവരാനായിട്ട്. അതേസമയം ചില ആൾക്കാർ ഓക്കെ നമ്മൾ സർവീസ് ഏൽപ്പിച്ചു, അത് കഴിഞ്ഞ് അവർ കഴിഞ്ഞു, ഇനി ഇവർ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കും. അപ്പം നമുക്ക് അത്ര ഒരു ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ബേസിക്കലി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ഒരു ബിസിനസ് എന്താണോ അതിൻ്റെ റിപ്ലിക്കേഷനാണ് ഇൻ്റർനെറ്റിൽ വരേണ്ടത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മളെത്ര കഴിവുണ്ടോ, നമുക്ക് ഒരു ബിസിനസ്സിന് എത്ര പെർഫെക്റ്റ് ആയിട്ടാണോ അവർ ചെയ്യുന്നത്, അവർക്ക് എത്ര ക്ലയൻറ്റുകളുണ്ട്, എത്ര പോർട്ട്ഫോളിയോസ് ഉണ്ട്, അതെല്ലാം നമ്മൾ ഇൻ്റർനെറ്റിലും കൂടി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് വിസിബിലിറ്റി കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പാരലൽ ആയിട്ട് പോകേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ഹാൻഡ് ഇൻ ഹാൻഡ് പോകണം, എന്നാലേ നമുക്ക് ഇവിടെ ഉള്ളത് ഇപ്പുറത്തോട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അശ്വതി ഒന്നും പരിചയപ്പെടുത്തിയില്ല. അശ്വതി എവിടുന്ന് വരുന്നു, അശ്വതിയുടെ ഒരു ലൈഫ് സ്റ്റോറി, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരാനായിട്ടുള്ള കാരണങ്ങൾ. സോ ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു കഴിഞ്ഞത്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ EC എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം വളരെ ആക്സിഡൻ്റ് ആയിട്ടാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോലിയിലേക്കാണ് കയറിയത്. ഞാൻ ആക്ച്വലി PHP ഡെവലപ്പർ ആവാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയ ആളാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് അറിഞ്ഞ് എനിക്കതിൽ ജെന്യുവിൻലി ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അങ്ങനെ പിന്നെ ഞാൻ അതിലേക്ക് മാറുക ചെയ്തത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ സിംഗപ്പൂർ വർക്ക് ചെയ്തു, ലൈക്ക് ഒരു 6 ഇയേഴ്സോളം സിംഗപ്പൂർ വർക്ക് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു 1 ഇയർ ആയിട്ടുള്ളൂ. ആദ്യം ഞാൻ ഫ്രീലാൻസ് ആയിട്ടായിരുന്നു തുടങ്ങിയത്, കാരണം എനിക്കിങ്ങനെ പ്രോജക്ട്സ് ഒക്കെ വന്നപ്പം ഞാൻ അങ്ങനെ എടുത്ത് ഫ്രീലാൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ പ്രോജക്ട്സ് ഒക്കെ കുറച്ച് കൂടി വന്നപ്പം അത് പിന്നെ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ ഏകദേശം 1.5 ഇയർ ആയിട്ട് ഒരു കമ്പനി ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഓസ്ട്രേലിയയിലേക്ക് വന്നത്. അപ്പം അങ്ങനെയാണ് ആക്ച്വലി ഓസ്ട്രേലിയയിലെ യുവ സംരംഭകയായി തീർന്നല്ലേ. കാരണം ഇപ്പോൾ ഓസ്ട്രേലിയ വന്നതിന് ശേഷം ഒരുപാട് മലയാളികളുണ്ട്. ഒരുപാട് ആൾക്കാർ ബിസിനസ് ചെയ്യുന്നത് പല പല മേഖലകളിലാണ്. ഒരുപാട് ആൾക്കാർ മോർഗേജിങ്ങിൽ ചെയ്യുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ ബയേഴ്സ് ഏജൻ്റായിട്ടും സെല്ലേഴ്സ് ഏജൻ്റായിട്ടും വർക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ബിൽഡിംഗ് സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയും മറ്റും ഈ ഡിജിറ്റൽ മീഡിയ എന്തുമാത്രം സഹായിക്കും? അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാറ്റഗറി എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ അവരിപ്പം ചെയ്യുന്നതാണല്ലോ, അവർക്കും വേണ്ടത് വിസിബിലിറ്റി ആണല്ലോ. ഓക്കെ, അപ്പം ആ ഇപ്പം നമ്മൾ ബയേഴ്സ് ഏജൻറ്റിൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് എന്താണ് ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടിട്ട് പിന്നെ എന്താ പറയുക അപ്രോച്ച് ചെയ്യുന്നവരുണ്ടാവും. ബട്ട് നമ്മൾ ആലോചിക്കേണ്ടത് എവിടുന്നാണ് നമുക്ക് കൂടുതൽ ചാൻസ് ഉള്ളത് എന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുറേ ആൾക്കാർ മറ്റേ ജ്വല്ലറി ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ, സാരി ജ്വല്ലറി അങ്ങനത്തെ കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ കൂടുതലും മറ്റേ ഈ അതൊക്കെ പെട്ടെന്ന് കണ്ടിട്ട് ആൾക്കാർ ആ ഒരു വിഷ്വല് കണ്ടിട്ട് ഇമ്പൾസ് ബൈ ചെയ്യുന്നതാണ് ആൾക്കാർ. അവർക്ക് റിയൽ ആയിട്ട് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല, ബട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അതിന്റെ ഭംഗി കണ്ടിട്ട് ഇമ്പൾസ് ബൈയിങ് ആണ്, ഇമോഷണൽ ബൈയിങ്. അടിപൊളി സംഭവം, ഞാൻ ഇപ്പൊ തന്നെ മേടിച്ചേക്കാൻ തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെയാണ് സോഷ്യൽ മീഡിയ ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഓക്കെ, പക്ഷെ അതേസമയം നമ്മൾ സെർച്ച് ചെയ്ത് ഇന്റൻഷനലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് മേ ബി എന്താ പറയുക ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണം, അയാൾക്ക് ആവശ്യമുണ്ട് പ്രോപ്പർട്ടി വാങ്ങിക്കേണ്ടത്. അപ്പോൾ അയാൾ ചിലപ്പോൾ ഗൂഗിളിലായിരിക്കും സെർച്ച് ചെയ്യുന്നത് ഫോർ എ പ്രോപ്പർട്ടി ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ബയേഴ്സ് ഏജൻറ്റ് ആരാണെങ്കിലും. അപ്പം എന്ത് സംഭവിക്കും, ഗൂഗിളിലാണ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോ ബിസിനസ്സിനും ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് രീതികളാണ്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ആണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ കാരണം ഇത് ആൾക്കാരെ സംബന്ധിച്ച് ഒരു ചലഞ്ചിങ് പീരീഡ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ AI വന്നതിന് ശേഷം ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് ആൾക്കാർക്ക്, എങ്ങനെയാണ് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരുപാട് ആൾക്കാരെ ഡ്രോപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇപ്പം യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്, അവർ പണ്ട് 100 മില്യൺ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ നേരെ 50 മില്യൺ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അൽഗുരിതം എന്തുമാത്രം എഫക്റ്റീവാണ്, ഈ അൽഗുരിതം മാറ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും സംഭവിക്കുന്നുണ്ടോ, അത് ഈ അൽഗുരിതത്തെ ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? അൽഗോരിതം മാറിക്കൊണ്ടേയിരിക്കും. എല്ലാ 3 മന്ത്സിലും ചേഞ്ച് അല്ലെങ്കിൽ 1 മന്തിലും ചേഞ്ചസ് വരും നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ബട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഇത് ലോങ് ടേം ചിന്തിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇതിപ്പം എന്താ പറയുക, ഷോർട്ട് ടേമിൽ നമ്മൾ പെട്ടെന്ന് ഒരു 3 months അല്ലെങ്കിൽ 6 months നമ്മൾ ചെയ്തിട്ട് പിന്നെ നിർത്തിയിട്ട് നമുക്ക് പോവാം, ഇത്ര ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വിസിബിലിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അല്ല ഇത്. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ നോർമൽ ഒരു ഫിസിക്കൽ സ്റ്റോർ കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഓഫീസ് കൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെ കൊണ്ട് നടക്കേണ്ട ഒരു സംഭവമാണ് ഈ ഡിജിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ഒതന്റിക് ആയിരിക്കുക. ഓക്കെ, അതായത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് ജെന്യുവിൻലി നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പുറത്തും കൂടി ഈ ഡിജിറ്റലിനും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, കാരണം അൽഗോരിതത്തിന്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല. എല്ലാ 1 month മാറുന്ന വെച്ചാൽ നമ്മൾ എന്തുമാത്രം അൽഗോരിതം മാറും അല്ലേ? എക്സാക്ട്ലി, എന്തുമാത്രം മാറും. പിന്നെ ഷോർട്ട് കട്ട്സും ഒന്നും പിന്നെ എന്താ പറയാ ആലോചിക്കണ്ട, നിലനിൽക്കില്ല. ഇപ്പൊ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗൂഗിളിൽ റിവ്യൂസ് ഇടുന്ന കാര്യം തന്നെ എടുക്കാം. പലരും പൈസ കൊടുത്തിട്ടൊക്കെ റിവ്യൂസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിലനിൽക്കില്ല. കാരണം ഗൂഗിൾ നല്ല സ്മാർട്ടാണ്, അതിനറിയാം ഫേക്ക് ആയിട്ടുള്ള റിവ്യൂസ് ഏതാണ് പിന്നെ ഫേക്ക് അല്ലാത്ത റിവ്യൂസ് ഏതാന്നുള്ള അറിയാം. അല്ല, അത് ഹ്യൂമൻ അല്ല നോക്കുന്നത്, അവരുടെ ബോട്ട്സ് ആണ് ചെക്ക് ചെയ്യുന്നത്. ബട്ട് അഗെയിൻ അത് അത്രയും സ്മാർട്ടാണ്, അതിനറിയാം ലൈക്ക് എന്താ പറയാ ഫേക്ക് ഏതാ ജെന്യുവിൻ ഏതാന്നുള്ളത്. അപ്പൊ ജെന്യുവിൻ ആയിട്ട് നമ്മൾ സർവീസ് കൊടുക്കുക നമ്മുടെ കസ്റ്റമേഴ്സിന്, അവരെ ഹാപ്പി ആക്കുക, അതിനുശേഷം അവരുടെ അടുത്ത് നമ്മൾ റിവ്യൂ ചോദിക്കുക. അപ്പോഴാണ് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനെ നമ്മൾ എങ്ങനെ ഡിജിറ്റലിലോട്ടും കൂടി കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ക്ലയൻറ്റ്, സിംഗപ്പൂരിൽ നിന്നുള്ള ഒരു ക്ലയൻറ്റിന് അവരുടെ റിവ്യൂസ് 1.4 ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മളത് 4.2 ആക്കിയിട്ടുണ്ട് വിതിൻ 1 year. ഓക്കെ, ഗൂഗിൾ റേറ്റിങ്ങിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മളെങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്റ്റാഫൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് നമ്മളൊരു റിയൽ ഇഷ്യൂ കണ്ടുപിടിച്ചപ്പോൾ എല്ലാം ഓപ്പറേഷണൽ ഇഷ്യൂസ് ആണ്. ഓക്കെ, അവരുടെ കമ്പനിയിൽ അവരുടെ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പല ഏരിയയിലുള്ളതാണ്. അതൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ആദ്യം അവിടെ സോൾവ് ചെയ്യാണ് ചെയ്തത്. അതായത് കസ്റ്റമറുമായിട്ട് സംസാരിച്ചിട്ട് ആ ഇഷ്യൂസ് സോൾവ് ചെയ്തതിന് ശേഷം പിന്നെ വരുന്ന ആൾക്കാരെ പ്രോപ്പറായിട്ട് സെർവ് ചെയ്യാൻ തുടങ്ങിയപ്പം എന്ത് സംഭവിച്ചു, ആൾക്കാർ പോസിറ്റീവ് റിവ്യൂസ് ഇടാൻ തുടങ്ങി. പ്ലസ് അതിൽ തന്നെ നെഗറ്റീവ് റിവ്യൂ ഇട്ട ആൾക്കാരെ നമ്മൾ വിളിച്ച് അവരുടെ ഇഷ്യൂസ് സോൾവ് ചെയ്ത് കൊടുത്തപ്പം എന്ത് സംഭവിച്ചു, അവര് തന്നെ അത് മാറ്റി തിരുത്തി എഴുതി. അപ്പം ഇങ്ങനത്തെ ഒരു അപ്രോച്ചാണ് ഞാൻ യൂഷ്വലി ഫോളോ ചെയ്യണത്. എന്നാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒക്കെ ഷോർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ഏത് ബിസിനസ്സുകാർക്കും അപ്രോച്ച് ചെയ്യാവുന്ന ആളാണ് അശ്വതി. SEO ബീസ് എന്നും പറഞ്ഞുകൊണ്ടൊരു കമ്പനിയാണ് നടത്തുന്നത്. അതിൻ്റെ ബാക്ക് ഓഫീസ് ഇന്ത്യയിലാണ്. പക്ഷേ നിങ്ങൾക്ക് ആദ്യം നേരിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ നാട്ടിൽ ചെയ്യുന്ന ഒരാൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് പ്രശ്നം കാണും. പക്ഷേ അശ്വതി ആകുമ്പോൾ ഓസ്ട്രേലിയയിലുള്ള ആളാണ്, ഡയറക്റ്റ് വിളിച്ചാൽ കിട്ടും. വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ പോയും തല്ലാം, എന്തെങ്കിലും പ്രശ്നമുണ്ടല്ലോ, തമാശ പറഞ്ഞാൽ കേട്ടോ. പക്ഷേ അതുകൊണ്ട് അശ്വതിയായിട്ട് ഇത് ചെയ്യാം. പക്ഷേ ഈ ഡിജിറ്റൽ മീഡിയ പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടായ്പ് കാണിക്കലല്ല, തീർച്ചയായിട്ടും ബോട്ടം ലെവലിൽ നിന്ന് തന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അതാണ് അശ്വതി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നമുക്കൊരു ക്വിക്ക് വിന്നിങ് ഇവിടെയില്ല, ലോങ് ടൈം റിലേഷൻഷിപ്പാണ്. കസ്റ്റമേഴ്സുമായിട്ട് നമ്മളിപ്പം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള എല്ലാ ഡാറ്റയും കാര്യങ്ങളെല്ലാം അശ്വതി നമ്മളെ ബിസിനസ്സുകാരെ തന്ന് സഹായിക്കുന്നതാണ്. അപ്പം അശ്വതിക്ക് പറയാനുള്ളത് കൂടെ പറഞ്ഞോളൂ. അപ്പം നമ്മുടെ ഒരു ബിസിനസ് വാല്യൂസിലുള്ള ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. 2 ട്രാൻസ്പെറൻസിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ മന്തും കസ്റ്റമേഴ്സായിട്ടൊരു നമ്മൾ മന്ത്ലി റിപ്പോർട്ട് കൊടുക്കും എല്ലാ ബിസിനസ്സുകാർക്കും. അതായത് ഒരു മാസത്തിൽ എന്ത് സംഭവിച്ചു, എന്തൊക്കെ ഗ്രോത്ത് ഉണ്ടായി, എവിടെയൊക്കെ. പക്ഷെ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു കാര്യം, എവിടെയൊക്കെയാണ് നമുക്ക് പിഴച്ചതും കൂടെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ഗ്രോത്ത് കുറവുള്ളത്. അപ്പോൾ അവരായിട്ട് എന്താ പറയുക കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ ആദ്യമേ തന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് അത് പറയും. ഓക്കെ, ഇന്ന സ്ഥലത്താണ് നമുക്ക് ഇഷ്യൂ, അതിന് നമുക്ക് എന്ത് സോൾവ് ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ആ ഒരു പ്ലാനും കൂടി നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം അതാണ് ഒരു പരിധി വരെ എനിക്ക് കസ്റ്റമേഴ്സായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടുള്ള കാര്യം. വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് സർവീസും നമ്മൾ കൊടുക്കാറുണ്ട്. അതിപ്പം റിവാമ്പ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ പുതിയ വെബ്സൈറ്റ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്.
അപ്പം ഓസ്ട്രേലിയയിലുള്ള ബിസിനസ്സുകാർക്ക് തീർച്ചയായിട്ടും അതൊരു നിങ്ങളുടെ ഒരു 10 ഇരട്ടിയാക്കാനോ ഒരു 100 ഇരട്ടിയാക്കാനോ ബിസിനസ് വളർത്താൻ ആഗ്രഹിക്കുന്ന മലയാളികൾ ആയിട്ടുള്ളതും അതേപോലെ തന്നെ നിങ്ങളുടെ സർക്കിളിൽ വരുന്ന ഏതൊരു ബിസിനസ്സുകാരുമായിട്ട് തീർച്ചയായിട്ടും അശ്വതിയായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അശ്വതിയുടെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓസ്ട്രേലിയയിൽ താമസിക്കുന്നതല്ല, വേൾഡിൻ്റെ എവിടെ നിന്ന് വേണേലും ആൾക്കാർക്ക് അശ്വതിയുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അശ്വതി തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സമ്പത്തുണ്ടാകട്ടെ, ഒരുപാട് ഐശ്വര്യം ഉണ്ടാകട്ടെ, ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു. താങ്ക് യു.